ഹലോ, നല്ല നമസ്കാരം. ഭാ ഭാ ബാ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ ഒരു ഭ്രാന്തൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തന് അവൻ്റെ ഭ്രാന്തൻ്റെ കാരണങ്ങൾ തേടിയുള്ള ഒരു ട്രാവൽ എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം അമ്മയെ ഒരു രാഷ്ട്രീയക്കാരൻ മോഹിച്ചതുകൊണ്ട് ഭ്രാന്താകുന്നവൻ, സ്വന്തം അച്ഛൻ ആശുപത്രിയിൽ എത്താതെ മരണപ്പെടുന്നത് കൊണ്ട് ഭ്രാന്താകുന്നവൻ, അങ്ങനെ ഒരുമാതിരി ലോജിക്കില്ലാത്ത ഭ്രാന്തിൻ്റെ ഒരു വലിയ ഒരു സാധനമായിട്ടാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്ന സാധനം. ഈ സിനിമ ഒരിക്കലും ഞാൻ ഈ സിനിമയെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമല്ല എനിക്ക് ഈ സിനിമയിൽ തോന്നിയത്. ഈ സിനിമ ഒരുപക്ഷെ ദിലീപിൻ്റെ മടങ്ങിവരവിന് വേണ്ടിയുള്ള ഒരു പാത വെട്ടിത്തെളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളെ നമ്മൾ ഇതിൽ ഈ സിനിമയുമായിട്ട് ഞാൻ കൂട്ടിക്കൊഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് സെപ്പറേറ്റാണ്. ഞാൻ അവൾക്കൊപ്പം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സിനിമയുടെ കുറേ നല്ല വശങ്ങളും കുറേ മോശമായ വശങ്ങളും ഉണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ എന്നുള്ളതും അതോടൊപ്പം തന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുമാണ് ഈ സിനിമയെ എന്നെ കാണാൻ പ്രേരിപ്പിച്ചത്. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണല്ലോ ഈ ഭാഭ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ഭയം, ഭക്തി, ബഹുമാനം. ഇത് ആരോടാണ് ഭയം തോന്നേണ്ടത്, ആരോടാണ് ഭക്തി തോന്നേണ്ടത്, ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ഇതിൽ ആ ഒരു കണ്ടന്റ് തന്നെ, അല്ലെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു കംപ്ലീറ്റ്നെസ് ഈ സിനിമയ്ക്കകത്ത് ഒരു തരത്തിലും കഥയെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സാധനവും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലെ കുറേ ആക്ഷൻ പിന്നെ കോമഡി, അതോടൊപ്പം തന്നെ ത്രില്ലർ എലമെൻറ്റുകൾ എല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതും കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് പോലെ തന്നെ നോ ലോജിക്ക്, ഒള്ളി മാസ് എലമെൻറ്റ്. അപ്പോൾ ലാലേട്ടനായാലും ദിലീപായിരുന്നാലും അതോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ സൂര്യ, ഒരു വലിയ പിന്നെ താരനിര തന്നെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ആ താരനിരയെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ദിലീപിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കുറേ എലമെൻറ്റുകൾ ഇതിൽ തിരികെ കയറ്റി. ഒരുപക്ഷെ നമ്മൾ മുമ്പ് കണ്ടു മറന്നിട്ടുള്ള ആവേശം, ആറാട്ട്, അല്ലെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി, അങ്ങനെയുള്ള കുറേ സിനിമകളെ ഇഷ്ടപ്പെടാൻ അതിൽ കുറേ എലമെൻറ്റുകളുണ്ട്. അതേപോലെ കുറേ എലമെൻറ്റുകൾ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് ലാലേട്ടൻ്റെ പ്രസൻസ് ആയിക്കോട്ടെ, അതോടൊപ്പം സാൻഡി മാസ്റ്ററിൻ്റെ പ്രസൻസ് ആയിക്കോട്ടെ, പിന്നെ ബാക്കി കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, സൂര്യ ഉൾപ്പെടെ അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ പ്രസൻസ് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ പറച്ചലിന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ വന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പഴയ കുറേ സിനിമകളിലെ കുറേ സാധനങ്ങൾ ഇതിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ ഈ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോഹൻലാലിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ എൻട്രി മുതൽ അദ്ദേഹത്തോടൊപ്പം ദിലീപ് ചെയ്യുന്ന ഡാൻസ് ആയിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ, പിന്നെ ഫൈനൽ കട്ടിലുള്ള സാധനങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ പിന്നെ മോഹൻലാലിനെ കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിരിക്കുവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡാൻസ് കണ്ടിരിക്കുവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കണ്ടിരിക്കുവാൻ വളരെ ഭംഗിയുണ്ട് എന്നത് വലിയൊരു പോസിറ്റീവ് ഘടകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ദിലീപിൻ്റെ പ്രകടനം എന്ന് പറയുന്നത്, ദിലീപ് തുടക്കത്തിൽ തന്നെ ഈ പഴത്തിൽ ചവിട്ടിയിട്ടുള്ള ഈ പഴയ കാലത്തെ കോമഡിയെ ട്രോളുകയാണ്, സ്വന്തമായിട്ട് തന്നെ ട്രോളുകയാണ്. ഞാൻ ചവിട്ടുന്നില്ല, പക്ഷേ അദ്ദേഹം പോയി ആ പഴത്തൊലിയിൽ ചവിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പോയി വീണത് എന്താ തീട്ടത്തിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് തൂറാൻ മുട്ടിയപ്പോൾ ആ ഇതും കൊണ്ട് ഓടുകയാണ് പുള്ളിക്കാരൻ. എന്ത് സാധനമായി പുള്ളിക്കാരെ കാണിക്കാൻ ഉദ്ദേശിച്ചത്? ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് ഷാൻ റഹ്മാൻ്റെയും ഗോപി സുന്ദറിൻ്റെയും പാട്ടുകളും അതോടൊപ്പം തന്നെ പശ്ചാത്തല സംഗീതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആക്ഷൻ സീക്വൻസുകളിൽ ഉള്ള പാട്ടുകൾ മുഴുവനും തിരികെ കയറ്റി ആക്ഷൻ സീക്വൻസിൻ്റെ ആ ഒരു ഫ്ലോ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഉള്ളൊരു പ്രശ്നം. പിന്നെ ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ആ പാട്ട് തിയേറ്ററിൽ എനിക്ക് നല്ല ഒരു വിഷ്വൽ സാധനവും അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ സാധനവും നന്നായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് രഞ്ജൻ എബ്രഹാമിൻ്റെ എഡിറ്റിങ്ങും സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ
പിന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസുകൾ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടുകൾ, എന്തിനാ ഈ പാട്ട് അങ്ങനെ വലിച്ചു കയറ്റിയത്? പല ആക്ഷൻ സീക്വൻസുകളും നല്ല ഭംഗിയുള്ള ഒരു 2 ആക്ഷൻ സീക്വൻസ് ഉണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ പിന്നെ ദിലീപിൻ്റെ ആക്ഷൻ സീക്വൻസ്, അതോടൊപ്പം തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു റെഡ് പിന്നെ സ്റ്റൈലിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്ന പാട്ടുകളാണ്. പഴയ പല പാട്ടുകളും വന്നിട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് ഒരു ആക്ഷൻ സീക്വൻസിൻ്റെ ആ ഒരു ഭംഗിയെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. പിന്നെ ദിലീപിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറി പറയുന്ന ഒരു സാധനം, അതിൽ ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി കത്തി കൊണ്ട് കുത്തുന്ന സീൻ എത്ര തവണയാണ് കാണിക്കുന്നത്? ഒരു 3-4 തവണ കാണിച്ച് അതിന് ആവർത്തന വിരസത ഉണ്ടാക്കി ബോറടിപ്പിച്ചു എന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു താരനിര തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ വിനീത്, ബൈജു, അശോകൻ, റിയാസ് ഖാൻ്റെ എൻട്രി, അതൊക്കെ ചിലയിടത്തൊക്കെ കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രകടനം വളരെ ഗംഭീരമാക്കാൻ അവർ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിനീത് ഇതിൽ ഒരു അധികപ്പറ്റായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ഞാൻ പറയാതിരിക്കുന്നില്ല. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ നല്ല കീടിലമായിട്ട് സാധാരണ അദ്ദേഹം കണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൽ. അതോടൊപ്പം തന്നെ ഇവരുടെ രണ്ടുപേരുടെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ കൂടി പറയണം. ലാലേട്ടൻ്റെ മേക്കപ്പ് വളരെ മോശമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ദിലീപ് കരയുന്ന ഒരു സീനിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ വളരെ ഗംഭീരമായിട്ട് കാണിക്കുന്നുണ്ട്. മുഖത്ത് ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ഗംഭീരമായിട്ട് കാണിക്കാൻ പല ക്ലോസ് ഷോട്ടുകൾക്കും സാധിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ബാക്കിയെല്ലാം അദ്ദേഹത്തെ വളരെ ചെറുപ്പമായിട്ട് നല്ല ഗംഭീരമായിട്ട് നല്ല ഗാംഭീര്യമുള്ള ഒരു യുവാവായിട്ട് കാണിക്കുമ്പോൾ ചില ക്ലോസ് ഷോട്ടുകൾ വളരെ മോശം. അതോടൊപ്പം തന്നെ ദിലീപ് രക്തം തുപ്പുന്നത് അത് പക്ക ആ എഡിറ്റിങ്ങിൻ്റെ എന്തോ BGFൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് പോലും തോന്നുന്നു. ചില ആക്ഷൻ സീക്വൻസുകളിൽ വണ്ടി പൊങ്ങുന്നില്ല, ഇപ്പം പൊങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ 2 സാധനം പൊക്കുന്നുണ്ട്. അത് തുടക്കത്തിലുള്ള ഒരു സാധനം, മുഖ്യമന്ത്രിയും കൊണ്ട് ഓടുന്ന പോക്കിലുണ്ടാകുന്ന സാധനം, 2 പോലീസ് വണ്ടി ഇങ്ങനെ പൊങ്ങണോ വേണ്ടയോ എന്ന് പറഞ്ഞ് അറമാദിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ പേരിൽ നിൽക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിലെ കുറേ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഗില്ലി ബ്രദേഴ്സ്, അതോടൊപ്പം തന്നെ പിന്നെ എന്തൊരു ഒരു കിങ്, അങ്ങനെ ഈ അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ബേസിൽ ജോസഫ് കഥ പറയുന്നതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്നത്? അങ്ങനെ കഥ പറയേണ്ട കാര്യം എന്തായിരിക്കുന്നത്? നോർമലായിട്ട് പറഞ്ഞു പോയാൽ പോരെ, എന്തിനാ അങ്ങനൊരു കഥ പറഞ്ഞ് ഇതിനെ ബിൽഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സിനിമയ്ക്ക് ഇനി സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്നാണ് വച്ച് നിർത്തിയിരിക്കുന്നത്. എനിക്ക് വയ്യ. എന്തിന്? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടിയാണ് ഇല്ല സെക്കൻഡ് പാർട്ട്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ലാലേട്ടനെ പോലുള്ള ഒരാൾ എന്ത് കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലായാലും ഇതുപോലുള്ള സിനിമകളിൽ പോയി തലവച്ച് കൊടുക്കരുത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ഗോപാലൻ ചേട്ടൻ ഇതെന്താ പറ്റിയേ? അദ്ദേഹം ഇപ്പോൾ കുറേ കാലമായിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലെല്ലാം തന്നെ ഗോപാലൻ ചേട്ടൻ കയറി മുഖം കാണിക്കുന്നുണ്ട്. ഇതിൽ മുഖം കാണിച്ചതും പോരാഞ്ഞിട്ട് ഡാൻസ് വരെ. എന്തിന്? ചിരിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ചില പഴയ കോമഡികളൊക്കെ എടുത്ത് തിരികെ കയറ്റി ഈ സിനിമയെ കച്ചടയാക്കി. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിലെ ടൈറ്റിൽ കാർഡ് പറയുന്നത് പോലെ ലോജിക്ക് നോക്കരുതെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഈ കഥ അല്പമെങ്കിലും കണക്റ്റ് ആവണ്ടേ? ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വിടാം. എല്ലാ സാധനവും വരുന്നവനും പോകുന്നവനും വെടിവെക്കുന്നു. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലയിടത്തും ആക്ഷൻ സീക്വൻസ് പലയിടത്തും അത് കണക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് എവിടെ പ്ലേസ് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഉള്ള ഒരു കൺഫ്യൂസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ തിരികെ കയറ്റിയിട്ടുണ്ടെന്നേ. പിന്നെ ലേഡീസിൻ്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതും ഈ സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഒരു ലേഡീസും ഈ സിനിമയിൽ ഇല്ല. ആകപ്പാടെ ഉള്ള ഒരു ലേഡി എന്ന് പറയുന്നത് ദിലീപിൻ്റെ അമ്മയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുമാണ്. ബാക്കി നായിക എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ല. ഓക്കെ, എന്തായിരുന്നാലും ഈ സിനിമ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ 3 സിനിമകളുടെ അതേ പാറ്റേണിൽ ഇത് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് കഴിയും. എനിക്ക് അത് അത്ര വർക്കൗട്ട് ആയിട്ടില്ല എന്ന് മാത്രം പറയുന്നു. താങ്ക് യു.